നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. AFFൻ്റെ 2025-26 കോമ്പറ്റീഷൻ കലണ്ടർ അതിൽ ISLന് ഇടമില്ല എന്ന വാർത്ത വരുന്നു. ഞാൻ ഈ സ്റ്റോപ്പേജൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അവർ ആ കലണ്ടറിൻ്റെ ഭാഗം കൊടുക്കുന്നു. അതിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഐ ലീഗ് ഉണ്ട്. ഐ ലീഗ് ഒക്ടോബറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതേസമയം സൂപ്പർ കപ്പ്, ഡ്യൂറൻ കപ്പൊക്കെ ഉണ്ട്. ഡ്യൂറൻ കപ്പ് 15/7/2025 സ്റ്റാർട്ട് ചെയ്യും. 23/8/2025 അവസാനിക്കുന്ന തരത്തിലാണ് കലണ്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ സൂപ്പർ കപ്പ് അല്ലെങ്കിൽ ഫെഡറേഷൻ കപ്പ് 1/9/2025 ആരംഭിക്കും. 20/9/2025 അവസാനിക്കുന്ന തരത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതേസമയം ഐ ലീഗുണ്ട്. ഐ ലീഗ് 19/10/2025 ആരംഭിച്ച് 30/4/2026 അവസാനിക്കുന്ന തരത്തിലാണ്. ഇങ്ങനെയൊക്കെ ഐ ലീഗ് 2, ഐ ലീഗ് 3 ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ISLനെ നമുക്ക് ആ കലണ്ടറിൽ കാണാൻ പറ്റുന്നില്ല. ISLൻ്റെ ഭാവി അനിശ്ചിതത്വത്തിൽ എന്ന തരത്തിലുള്ള വാർത്തകൾ ഇന്നലെ മുതൽ പ്രചരിക്കുന്നുണ്ടല്ലോ. അതിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അവരുടെ സ്പോർട്സ് എഡിറ്ററായിട്ടുള്ള മാർക്കസ് മർഹുലാവോ ഈ വിഷയത്തിലൊരു വിശദീകരണം പ്രസിദ്ധീകരിച്ചിരുന്നു. അതെങ്ങനെയാണ്: ISL's ഫ്യൂച്ചർ അപ്പ് ഇൻ ദി എയർ ഓവർ MRA ഡെഡ് ലോക്ക്. ISLൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. MRA ഡെഡ് ലോക്കിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെൻറ്റ് MRA. അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഡെഡ് ലോക്കിൽ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ FSDL ആണല്ലോ ഇത് നടത്തുന്നത്. എന്ന് പറയുമ്പോൾ അത് റിലയൻസിൻ്റെയും സ്റ്റാറിൻ്റെയും ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. അവരാണ് AFFൻ്റെ കൊമേഴ്ഷ്യൽ പാർട്ട്ണർ എന്ന നിലയിൽ ISL നടത്തിക്കൊണ്ടിരിക്കുന്നത്. 15 വർഷത്തേക്ക് അവരുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ 2010 ഈ ഒരു എഗ്രിമെൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ 2025 ആകുമ്പോൾ ആ എഗ്രിമെൻ്റ് അവസാനിക്കുകയാണ്. ആ എഗ്രിമെൻ്റ് അനുസരിച്ച് FSDL AFFന് ആനുവൽ ഫീ കൊടുക്കണം 50 കോടി അല്ലെങ്കിൽ 20% ഓഫ് ദി ടോട്ടൽ റവന്യൂ. ആകെ റവന്യൂവിൻ്റെ 20% ഏതാണോ കൂടുതൽ അത് കൊടുക്കണം. അതാണ് എഗ്രിമെൻറ്റ്. ഈ എഗ്രിമെൻറ്റ് ഈ വർഷം ഡിസംബറിൽ അവസാനിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിലൊരു ക്ലാരിറ്റി ഉണ്ടാവണം. എന്നിട്ട് മാത്രമേ ISL കിക്ക് ഓഫ് ഉണ്ടാവുകയുള്ളൂ എന്ന് FSDL പല ക്ലബ്ബുകളെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ മാർക്കസ് മർഹുലാവ് പറയുന്നത്. സിൻസ് ദി ലാസ്റ്റ് വീക്ക് സീനിയർ FSDL ഒഫീഷ്യൽസ് ഹാവ് മെറ്റ് ക്ലബ് ഓണേഴ്സ് ഇൻഡിവിജ്വലി ആൻഡ് ദേ ഹാവ് ബീൻ ടോൾഡ് ദാറ്റ് ISL വോണ്ട് കിക്ക് ഓഫ് അൺലെസ് ദി ഫ്യൂച്ചർ ഓഫ് MRA ഈസ് ക്ലിയർ. ഇതാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു സോഴ്സ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കസ് മർഹുലാവ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ഉൾപ്പെടുത്തുന്നത്. സോ MRA എന്ന് പറയുന്നത് തീരുമാനിക്കപ്പെടാതെ ISL നടക്കില്ല അല്ലെങ്കിൽ കിക്ക് ഓഫ് ഉണ്ടാവില്ല എന്ന് തന്നെ FSDL നിലപാടെടുക്കുന്നു. അപ്പോൾ അനിശ്ചിതത്വം അവിടെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ കലണ്ടറിൽ നിന്ന് ISL ഒഴിവാക്കുക ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് ആശങ്കയുണ്ട്. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.